ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഓക്സിഡൈസ്ഡ് മാല ചെയ്ത് നോക്കിയാലോ. ഓക്സിഡൈസ്ഡ് കോയിൻസ് കണ്ടോ, കാശിൻ്റെ ലോക്കറ്റ്, ഇതുകൊണ്ട് ചെയ്ത് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഓക്സിഡൈസ്ഡ് ലോക്കറ്റ് വേണം, ഗിയർ വയർ വേണം, അതിൻ്റെ പെൻഡൻറ്റ് വേണം, ഓക്സിഡൈസ്ഡ് ബീഡ്സ് 10mm ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ബ്ലാക്ക് ബീഡ് ഞാൻ ഗ്ലാസ് ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഗിയർ വയർ ഞാൻ ഗിയർ ലോക്ക് കാണിക്കാവേ. കണ്ടോ, ഇതാണ് സിൽവർ കളർ ഗിയർ ലോക്ക്. കണ്ടിട്ടുണ്ടോ ഇത്? ഗിയർ ലോക്കിനൊക്കെ നല്ല വിലയുണ്ട്. ചെറിയ പാക്കറ്റാണെങ്കിലും കാണുമ്പോൾ ചെറിയൊരു സാധനമാണ്, പക്ഷെ നല്ല വിലയാണ് അതിന്. ഈ ഒരു കുഞ്ഞ് പാക്കറ്റിന് 20 രൂപ 25 രൂപ വരുന്നുണ്ട്. ഫസ്റ്റ് ഗിയർ ലോക്ക് എടുക്കുക. ഗിയർ ലോക്കിലേക്ക് ആവശ്യമായ നീളത്തിലെടുക്കണേ. ഗിയർ ലോക്ക് അപ്പോൾ തന്നെ ചുറ്റി വയ്ക്കണേ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ചുറ്റി പണിഞ്ഞ് പോകും. ഗിയർ ലോക്ക് ഇടുക, ഹുക്ക് ആൻഡ് ചെയിനിലേക്ക് കണക്ട് ചെയ്യുക. ഹുക്കായെല്ലാം ഞാൻ സിൽവറാണ് ഉപയോഗിക്കുന്നത്. ഹുക്ക് ആൻഡ് ചെയിൻ പ്രസ്സിംഗ് പ്ലെയർ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം ബ്ലാക്ക് ബീഡ് ഇടണം അതിലേക്ക്. ഞാനിപ്പോൾ ഒരു 28-30 ബ്ലാക്ക് ബീഡ് അതിലിടുന്നുണ്ട്, 30 ബീഡ് ഇടുന്നുണ്ട്. കുറച്ച് ലെങ്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും അതുകൊണ്ടാണ് 30 ബീഡ് ഇടുന്നത്. ഇല്ലെങ്കിൽ നെക്ലസ് ടൈപ്പ് ആണെങ്കിൽ അതിലും കുറച്ച് ചെയ്താലും മതി. ബ്ലാക്ക് ബീഡ് തനിയെ കോർത്തെടുക്കണം. 30 കോർത്തെടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മളിട്ട ബീഡ് ആ ഗിയർ ലോക്കിൻ്റെ എൻഡിലേക്ക് കയറ്റി വിടണം. അന്നേരം കഴുത്തിൽ നമുക്ക് കുത്തിക്കൊള്ളില്ല, ഇല്ലെങ്കിൽ അത് ഗിയർ ലോക്കിൻ്റെ എൻഡ് കഴുത്തിൽ കുത്തും. പിന്നെ ഒരു കാശ് ലോക്കറ്റ് ഇട്ടു, 2 ബ്ലാക്ക് ബീഡ് ഇട്ടു, വീണ്ടും കാശ് ലോക്കറ്റ്. അങ്ങനെ 5 സിൽവർ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ 5 ഇട്ടു. അതിനിടയിൽ 2 ബീഡ് ആഡ് ചെയ്ത് പോകുന്നു. 5 ലോക്കറ്റ് ഇട്ടതിന് ശേഷം കണ്ടോ, 5 ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 2 ബ്ലാക്ക് ബീഡ് ഇട്ടിട്ട് ഒരു സിൽവർ ബീഡ്, ഇത് 10mm ബീഡാണ്. പിന്നെയും ഒരു ഗ്ലാസ് ബീഡ്, ബ്ലാക്ക് ബീഡ്, വീണ്ടും ഒരു സിൽവർ ബീഡ്, പിന്നെ ഒരു ബ്ലാക്ക് ബീഡ് ഇട്ടിട്ട് പെൻഡൻറ്റ് കോർത്തു, വീണ്ടും ബ്ലാക്ക് ബീഡ്, സിൽവർ ബീഡ്. നമ്മൾ ചെയ്ത് വന്ന പോലെ തന്നെ പെൻഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് പിന്നെ സിൽവർ ബീഡ് ഇടണം. സിൽവർ ബീഡ് ഇട്ടിട്ട് പിന്നെ 2 ബ്ലാക്ക് ബീഡ്, കോയിൻ, ബ്ലാക്ക് ബീഡ്, കോയിൻ, അങ്ങനെ ഇപ്പുറത്തെ സൈഡിലും 5 തന്നെ ഇടണം. 5 കോയിൻ ആഡ് ചെയ്യണേ. ഞാൻ ആഡ് ചെയ്തിട്ട് വരാം. ആഡ് ചെയ്യട്ടെ. 2 ബ്ലാക്ക് ബീഡ്, ഒരു സിൽവർ കോയിൻ, വീണ്ടും 2 ബ്ലാക്ക് ബീഡ്, സിൽവർ കോയിൻ, അങ്ങനെ 5 കോയിൻസ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 30 ബ്ലാക്ക് ബീഡ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഈ മാലയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ? നമ്മൾ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ നല്ല മാലയാണ്. ചെയ്ത് നോക്കണേ. ഇനി 5 കോയിൻ കോർത്ത് കഴിഞ്ഞ് വീണ്ടും 30 ബീഡ് ആഡ് ചെയ്യാം. ഈ ബ്ലാക്ക് ബീഡ് ഗ്ലാസ് ബീഡ് ആയതുകൊണ്ട് കളറും പോകത്തില്ല,
എത്ര നാളായാലും അത് ഫെയ്ഡ് ആവത്തില്ല, അങ്ങനെ തന്നെ കിടക്കും, ഒരു വ്യത്യാസവും വരത്തില്ല. 30 ബീഡ് ആഡ് ചെയ്ത് അങ്ങനെ കുറച്ച് ലെങ്ത് അധികമായിരുന്നു, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് ലെങ്ത്ത്. പിന്നെ ഗിയർ ലോക്കിട്ട് ഹുക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഗിയർ വയർ കടത്തി വിട്ട് ഗിയർ ലോക്ക് പ്രസ്സിംഗ് പ്ലെയർ വെച്ച് ലോക്ക് ചെയ്യുക. ബാലൻസ് വരുന്ന കട്ട് ചെയ്ത് കളയണേ. മാല റെഡിയായി. കണ്ടോ മാല? എൻ്റെ ലോക്കറ്റിൻ്റെ അറ്റത്ത് ഞാൻ 3 ബീഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഐ പിന്നിൽ ബ്ലാക്ക് ബീഡ് ഇട്ടിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്തിട്ടു. എങ്ങനെയുണ്ട് മാല? നന്നായിട്ടുണ്ടോ? താങ്ക് യു.